എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം പ്രശാന്ത സുന്ദരമായ ഈ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യരാകും. ഇന്നത്തെ തീം ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ഇഷ്ടമില്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? എല്ലാ വ്യക്തിക്കും. വീട്ടമ്മമാർ പറയാറുണ്ട്, ഈ അടുക്കളയിൽ നിന്നൊരു സ്വാതന്ത്ര്യം, ഒരേ ചുറ്റുപാടിൽ തന്നെ ഇങ്ങനെ ജോലി വീട് ജോലി വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം. മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എന്ത്? സ്വാതന്ത്ര്യം. ചില കൂട്ടിലടച്ച കിളിയെ കണ്ടിട്ടുണ്ടോ? അത് കൂട് തുറന്നാലും അത് പറന്ന് പോകാൻ തന്നെ ആ സ്വാതന്ത്ര്യം കിട്ടിയാലും അത് ഉപയോഗിക്കാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കിളിയുണ്ട്. ഒരു കയറിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട കുറേ കാലം അവിടെ നിന്ന മൃഗം, അതിനെ അടിച്ചു വിട്ട് ശീലമില്ല. അതിൻ്റെ കെട്ടടിച്ചിട്ട് ശേഷവും അത് പിന്നെയും എന്തു ചെയ്യും? ആ കുറ്റിയുടെ അരികിൽ. ഈ അവസ്ഥയാണ് പല പെന്തക്കോസുകാർക്കും ഇപ്പോൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടായോ? ഒരു ഇന്ത്യൻ പൗരന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാവരും എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? ഒരു സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും പോയോ? നമ്മളെവിടെയോ ജനിച്ചു, ഒരിടത്ത് തന്നെ വട്ടം കൂടി നിന്നു, ഒരു സംസ്കാരത്തിൽ തന്നെ നിന്നു, അവിടെ തന്നെ തട്ടിമുട്ടി നിന്ന് അവിടെ തന്നെ തീർന്ന് അവിടുത്തെ മണ്ണിനോട് എന്ത് ചെയ്യുന്നു? അപ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യം, യേശു ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് ഒന്നും നമ്മുടെ മനസാക്ഷിയുടെ പ്രമാണത്തിലോ നമ്മുടെ സംഘടനയുടെ സംവിധാനത്തിലോ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു ഭാഗം. എന്ന് വെച്ചാൽ ബൈബിൾ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലിന് പുതിയ നിയമ വിശ്വാസിക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, അത് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായ സ്വാതന്ത്ര്യമായി തന്നെ നിൽക്കണം. അത് ഹനിക്കുന്ന ഒരു നിയമനിർമ്മാണവും നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യരുത്? സൃഷ്ടിക്കരുത്. സ്തോത്രം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ ആമേൻ എന്ന് പറഞ്ഞ് കുത്തിട്ട് അവസാനിക്കുന്ന വെളിപ്പാട് പുസ്തകം വരെ ചരിത്രത്തിൽ, ബൈബിൾ ചരിത്രത്തിൽ ഉടനീളം വിപ്ലവകരമായ സ്വാതന്ത്ര്യത്തിന്റെ നാൾവഴികളെ പ്രകീർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണ് കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം മുതൽ പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പൊരുളായ അവസ്ഥയെക്കുറിച്ച്
അവിടുന്ന് ആരംഭിക്കാൻ പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയിരിക്കുന്നു. ലേവ്യ പുസ്തകം അതിൻ്റെ 25-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചിട്ട് 7-ാമത്തെ വാക്യം മുതൽ വായിക്കണം. ആദ്യം 10-ാം വാക്യം വായിച്ചു നിർത്തിയാലും 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തുള്ള സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോവേൽ സംവത്സരം ആയിരിക്കണം. കുത്തക്കോമ നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോണം. ഓരോരുത്തൻ താന്താന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിലെ വിപ്ലവകരമായ സ്വാതന്ത്ര്യത്തിന്റെ നാളാണ് യോബേൽ സംവത്സരം. എന്താണ് യോബേൽ സംവത്സരം? സ്തോത്രം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം മുഴുവനും യോബേൽ സംവത്സരമാണ്. അതിന്റെ നിയമങ്ങളാണ്. 7-ാം വാക്യം മുതൽ വായിച്ചാൽ കുറച്ച് വ്യക്തമാകും. ഒന്ന് വായിച്ചോ. 7 സംവത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 × 7. സ്തോത്രം. 6 സംവത്സരം കഴിഞ്ഞ് 7-ാമത്തെ സംവത്സരം ശാബത്ത് സംവത്സരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ വരുമ്പോൾ 49 എന്നൊരു സംഖ്യ കിട്ടും. 49 എന്ന സംഖ്യയ്ക്ക് ശേഷം വരുന്ന 50-ാമത്തത് 49 സംവത്സരം കഴിയണം. അടുത്തത് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ വർഷമാണ് ഏത്? യോബേൽ സംവത്സരം. സ്തോത്രം. യോബേൽ സംവത്സരം എന്താണ്? ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള 4 കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. 25-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പരാമർശിച്ച വിഷയങ്ങൾ ഞാൻ അടുക്കിനെടുക്കുന്നു. 1, യോബേൽ സംവത്സരത്തിലാണ് അടിമകൾക്ക് മോചനം ലഭിക്കുന്നത്. 2, യോബേൽ സംവത്സരത്തിൽ കടങ്ങൾ എഴുതിത്തള്ളുന്നു. 3, യോബേൽ സംവത്സരത്തിൽ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് ഭൂമി തിരികെ കിട്ടുന്നു. 4, ഭൂമിക്ക് വിശ്രാമമുണ്ടാകുന്നു. അടുത്തത്, ഇത് എന്തിനു വേണ്ടിയാണ് യോബേൽ സംവത്സരം? സമൂഹത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അസമത്വം ഇല്ലാതെ ഇരിക്കാൻ. സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താ? സമത്വത്തിന് വിരുദ്ധമായതാണ് ഏത്? അസമത്വം. ഒരു സഭ എല്ലാവരും ഒരുപോലാണെങ്കിൽ സുഖം കൊണ്ടുപോകാൻ. സാമ്പത്തികം കുറഞ്ഞ ആളുകൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച്, വലിയ കാറിൽ വരുന്നവരെല്ലാം കൂടെ ഒരുമിച്ച്, ബാങ്ക് ബാലൻസ് ഉള്ളവർ അവര്. എന്നാൽ ഇത് പല തട്ടിപ്പോവും. യഹോവയായ ദൈവം കനാൻ ദേശത്തെ ഭൂമി ഇസ്രയേലിന് കൊടുത്തത് പൈസക്കാണോ? അല്ല, ഫ്രീ ആയിട്ട് അളന്നു കൊടുത്തതാ കനാൻ ദേശം. എന്നാൽ കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് പേര് മിടുക്കന്മാർ അവിടെ സമ്പന്നന്മാരായി. അല്ലേ? അങ്ങനല്ലേ?
നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഇന്ന് നമുക്കുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകത്തില്ല. പഠിക്കാൻ കഴിവുള്ളവർ പഠിച്ചു, ജോലി ചെയ്യാൻ പറ്റുന്നവർ വിദേശത്ത് പോയി ജോലി ചെയ്തു, കാശുണ്ടാക്കി. ഒരു 50 വർഷം കൊണ്ട് ഒത്തിരി വ്യത്യാസം നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിന്റെ ഇടയിൽ ഈ നിലയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മിടുക്കന്മാരുടെയും ഈ പാവങ്ങളുടെ സ്വത്ത് മുഴുവനും മേടിച്ചെടുക്കും. തൊഴിലാളി മുതലാളി വ്യവസ്ഥിതിയിൽ 2 തട്ടിലാകും. സാമ്പത്തിക അസമത്വം അങ്ങനെ ഇസ്രയേലിനെ മുൻപോട്ട് വിട്ടുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൻകിട മുതലാളി ഇസ്രയേലിനെ എന്ത് ചെയ്യും? വിഴുങ്ങും. ഈ വിഴുങ്ങാതിരിക്കാൻ 50 കൊല്ലം കൂടുമ്പോൾ യോവേൽ സംവത്സരം ദൈവം ആക്കി വെച്ചു. പുറകാലെ വരാം അതിലേക്ക്. അടുത്തത്, ഭൂമിയുടെ യഥാർത്ഥ ഉടമ ദൈവമാണെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് യോവേൽ സംവത്സരം. നമ്മുടെ ആധാരം നമ്മൾ മടക്കി കെട്ടി വീട്ടിനകത്ത് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. പലരും വായിച്ചു നോക്കിയിട്ടില്ല. പണ്ടാരം വക ദേവസ്വം ജന്മം ആയിരിക്കുന്ന ആ ഭൂമി ആധാരം നമ്മളത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുതലെന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തൊക്കെ അടിച്ച് ആർക്കും കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആരും കാണാത്തടുത്ത് കൊണ്ട് പാത്ത് വെച്ചിട്ടുണ്ട്. പാറ്റ കയറി അത് തിന്നിട്ടുണ്ടാകും. ഇന്ന് വീട്ടിൽ പോയി നോക്കണം. ആധാരം പൊടിഞ്ഞു വന്ന് അതങ്ങനെ ഒന്ന് ചുരുട്ടി വെക്കരുത്. ഒരു ഉപദേശം കൂടി ഇരിക്കട്ടെ. പിന്നെ തത്രു പ്രവർത്തിച്ചെന്നൊന്നും പറയരുത്. അതൊക്കെ സൂക്ഷിച്ച് വെക്കണം. 2, അതൊന്ന് വായിച്ചു നോക്കണം. ഇവിടെയുള്ള റവന്യൂ വകുപ്പിന്റെ കീഴിൽ നമ്മുടെ ആ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഭൂമിയുടെ ആ ചട്ടങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് നമുക്ക് കൈവശാവകാശമേ ഉള്ളൂ. സൂക്ഷിച്ച് വായിച്ചാൽ നെഞ്ചത്തടിച്ച് എൻ്റെ മുതലെന്നൊന്നും പറഞ്ഞ അടിക്കുകയല്ല. 1 ഇഞ്ച് ഞാൻ വിട്ടുകയറത്തില്ല. എൻ്റെ മണ്ണ് ചുമ്മാതാ. ഈ മണ്ണീന്നൊക്കെ പ്രാർത്ഥിച്ച് പാട്ടുപാടി നമ്മൾ ഇറക്കും. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ചുമ്മാതാ. ഇതൊക്കെ വെറുതെ വീരവാദം പറയാന്നേ ഉള്ളൂ. വിഷയത്തിൽ നിൽക്കുന്നു. അപ്പൊ ഭൂമിയുടെ യഥാർത്ഥ ഉടമ ദൈവം പ്രഖ്യാപിക്കുകയാണ്. ഇവർക്ക് അപബോധമുണ്ടാകണം. ഞാനാണ്. 2, ആമേൻ, ദരിദ്രനെന്നും ദരിദ്രനായിരിക്കാതിരിക്കാനാണ് യോവേൽ സംവത്സരം. ഇതൊക്കെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ദാവീദും ഗോലിയാത്തും നിന്നെയും കൊല്ലും ഞാനും ചാവും. ഇതൊക്കെ പുസ്തകത്തിൽ, നമ്മുടെ കയ്യിലെ പുസ്തകത്തിലെ കേസാ എടുക്കുന്നത്. ലേവ്യ പുസ്തകം വീട്ടിൽ പോയി വായിക്കണം. 25 യോവേൽ സംവത്സരം അവിടെ കിടപ്പുണ്ട്. ഇത് എങ്ങോട്ടാ വരുന്നതെന്നുള്ളത് കണ്ടോണം. സ്തോത്രം. അപ്പോൾ അടുത്തത്, മനുഷ്യൻ ഇവിടുത്തെ കുടികിടപ്പുകാരനാണ്, വെറും താമസക്കാരൻ മാത്രമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. അപ്പൊ എത്ര കാര്യങ്ങളാ യോവേൽ സംവത്സരം. അപ്പോൾ ഇസ്രയേലിൽ ഒരാൾക്ക് സാമ്പത്തിക ശേഷി 50 കൊല്ലത്തിനുള്ളിൽ കുറഞ്ഞുപോയി. അവൻ തൊഴിലാളിയായി മാറി, അവൻ അടിമയായി മാറി, അവൻ കീഴോട്ട് പോയി. അങ്ങനെ കീഴോട്ട് പൊക്കോണ്ടിരിക്കുന്ന ആ സന്തതി തലമുറ എല്ലാവരും ഒരു ദിവസം അവർ കാത്തിരിക്കും. അതേതാണെന്നറിയാവോ? 50-ാം സംവത്സരം കാത്തിരിക്കും. 50-ാം സംവത്സരം അടുക്കും തോറും അടിമയുടെ മുഖത്ത് ഒരു പ്രതീക്ഷ തെളിഞ്ഞു വരും. അവന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു വരും. 50-ാം സംവത്സരം അടുക്കും തോറും അവന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. അതിന്റെ അർത്ഥം 50-ാം സംവത്സരമാകുമ്പോൾ എൻ്റെ ഈ ചെവി കൊണ്ട് ആമേൻ പ്രധാന ധ്വനിയായ ഒരു കാഹളനാദം ഞാൻ കേൾക്കും. ആ കാഹളനാദം ആമേൻ വിപ്ലവകരമായ ഒരു വിമോചനത്തിന്റെ കാഹളനാദമാണ്. ആ കാഹളനാദം കേട്ട ശേഷം പിന്നെ ആരും അടിമയായിരിക്കേണ്ടതായിട്ടില്ല. ആരുടെയും പിതൃസ്വത്ത്,
ആരുടെ ഈ കയ്യിൽ പിന്നെ തടയപ്പെട്ട് നിൽക്കത്തില്ല. ആരൊക്കെ പിടിച്ചു വെച്ചതായാലും കാഹളം കേട്ടാച്ചാ വിട്ടുതാച്ചാ എന്നവന് ധൈര്യത്തോടെ പറയും. വിട്ടുതരാതിരിക്കാൻ പറ്റത്തില്ല. ലേവ്യ 25 അനുസരിച്ച് വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ. സ്വോത്രം സ്വോത്രം. അവൻ അവൻ അതുവരെ യജമാനനെ അടിയാൻ എന്ന് പറഞ്ഞ് നിന്നവൻ പിന്നെ അടിയാൻ എന്ന് വിളിക്കത്തില്ല. അവൻ മുതലാളി തൊഴിലാളിയില്ല, സമത്വത്തിലേക്ക് ജനം വരികയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാമോ? ഇങ്ങനൊരു നിയമം ദൈവമാക്കി വെച്ചു. ഈ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം, അതിനോട് ചേർന്നൊരു നിയമം വന്നായിരുന്നു EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത്. പാട്ടഭൂമി പാട്ടക്കാരന്. ആ നിയമം ആ കാലത്ത് ജീവിച്ച ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ആരുമില്ലേ? EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് ഒരു നിയമം വന്നായിരുന്നു. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആളുകൾ മുതലാളികളുടെ കയ്യിൽ നിന്ന് പാട്ടത്തിന് മേടിച്ച ഭൂമി അന്ന് EMS സർക്കാർ വന്നപ്പോൾ പറഞ്ഞു, ഇനി അത് തിരിച്ചു കൊടുക്കണ്ട, അത് പണിയെടുക്കുന്ന പാട്ടം എടുത്തവന് തന്നെ അത് സ്വന്തമായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു നിയമം വന്നു. അന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ആ തത്വം എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, അവൻ മുതലാളി അഥവാ വൻകിട ലോബികളുടെ കയ്യിൽ ഭൂമി പെട്ടുപോകാതിരിക്കാൻ ഈ തത്വം ആദ്യം നിയമമായി ഇറക്കിയത് സനാതനനായ സർവശക്തനായ സർവജ്ഞാനിയായ നമ്മുടെ കർത്താവ് തന്നെയാണ്. ഈ സമത്വം ആപ്തവാക്യമായി പിടിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? വീട്ടില് 5 മക്കളെ ഉള്ളെങ്കിലും ഞാൻ 5 മക്കളിൽ ഒരാളാന്നുള്ള ചിന്തയിൽ അടങ്ങി പാർത്ത് ഉള്ളതും കഴിച്ച് സമാധാനത്തോടെ പോകാൻ എത്ര മക്കൾക്ക് ഇഷ്ടമാണ്? അവിടെയും മത്സരമാണ്. ഞാനാണ് മിടുക്കൻ മോൻ. മാതാപിതാക്കളും ആവശ്യമില്ലാത്തത് പറയും. അവർ പറയും, എൻ്റെ ഈ മോനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു സഭ സമത്വത്തിൽ പോയേ. സ്തോത്രം. ഈ 4 പേരുടെ നടുവിൽ ഞാൻ എൻ്റെ തല ശൗലിന്റെ പോലെ പൊങ്ങി നിൽക്കണം എന്നുള്ള ചിന്തയാണ് എല്ലാവരിലും ഒരാളായി പോയേ. എല്ലാവരിലും ഒരാളായിരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടത്തില്ല. നിങ്ങൾക്ക് സമാധാനത്തോടെ വരുന്നൊരാഴ്ച ജീവിക്കാൻ പറ്റും എല്ലാവരിലും ഒരാളായി ജീവിക്കാമെങ്കിൽ. എനിക്ക് 2 കൊമ്പ് സ്പെഷ്യൽ ഉണ്ടെന്നും എനിക്കൊരു പ്രത്യേക വാലുണ്ടെന്നുമുള്ള ചിന്ത കയറുമ്പോഴാണ് കുഴപ്പം. വാലൊന്നുമില്ല, കൊമ്പുമില്ല. നമ്മൾ പച്ചയായ മനുഷ്യൻ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും 2 ശ്വാസം എന്നാണോ? അല്ല. 1.25 അല്ല, ഒറ്റ ശ്വാസം. അങ്ങോട്ട് വലിച്ചു കയറ്റി തിരിച്ചു തള്ളാൻ പറ്റിയില്ലെങ്കിൽ സ്തോത്രം. പിന്നെ ചോദിക്കുന്ന ബോഡി എപ്പോഴാ കൊണ്ടുവരുന്നത്? ബോഡി അല്ലേ? ബോഡി എടുക്കുന്നതാകും. ബോഡിയുടെ അരികിൽ നിന്ന്, തോമാച്ചൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കുക അങ്ങനൊന്നല്ല പറയുന്നത്. ബോഡി എടുക്കുന്നതാകും, ബോഡി ഇപ്പോൾ കൊണ്ടുപോകുന്നതാകും, ബോഡി ഇപ്പോൾ പെട്ടിയുടെ കവർ അടയ്ക്കുന്നതാകും. സ്തോത്രം. നമ്മൾ എല്ലാവരിലും ഒരാളായി ജീവിക്കത്തക്ക രീതിയിൽ മനസ്സിനെ ഒന്ന് ഒതുക്കുക. ഇനി യോവേൽ സംവത്സരം 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിച്ചോ. ഏഴാം മാസം 10-ാം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം. അന്ന് അടിമകളുടെ അടിമനുഖമഴിയും. അന്ന് കടബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളും. അന്ന് സ്തോത്രം ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ കിട്ടും. അന്ന് ഭൂമിക്ക് വിശ്രാമമുണ്ടാകും. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഈ 50 ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് പെൻഡ. എന്തോന്ന്? ഒന്ന് പറ. പെൻഡ. നീ വരുന്നത് എങ്ങോട്ടാന്ന് കണ്ടോണം. പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. ഈ 50-ാം നാൾ വന്നപ്പോൾ 120 പേർ ഹല്ലേലൂയ സിയോൻ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ 50-ാം നാളിലെ കാഹളം 50-ാം നാളിലെ കാഹളം കേൾക്കേണ്ടതിന് ചെവി കൂർപ്പിച്ചിരുന്നവർ അവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ സിയോൻ മാളിക മുറിയിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അതിനെ വെല്ലുന്നൊരു സ്വർഗീയ കാഹളം മുഴക്കപ്പെട്ടു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. അന്ന് നമ്മുടെ മേൽ അന്ന് വ്യാപരിച്ച സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവ് ഉള്ളെടുത്ത സ്വാതന്ത്ര്യമുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാമോ? ഹല്ലേലൂയ. അടുപ്പ് പണിയായി അടിച്ചൊരുക്കി നീട്ടിമീട്ടി ക്രമീകരിച്ചിരിക്കുന്ന 2 കാഹളങ്ങൾ പാളയത്തിലുണ്ട്. ആ കാഹളം അത് സഭയെ പുറപ്പെടുവിക്കാൻ, സഭയെ വിളിച്ചു കൂട്ടാൻ, ഇതുപോലെയുള്ള ചില പ്രത്യേക സമയത്ത് നാദഭേദത്തോടെ, ഗംഭീരനാദത്തോടെ, മഹാധ്വനിയോടെ അത് ഊതും. 50-ാം സംവത്സരത്തിലെ കാഹളം കേൾക്കേണ്ടതിന് അടിമകൾ കാത്തിരുന്നു. ആമേൻ, സ്വത്രം. കാഹളം കേൾക്കേണ്ടതിന് പീഡിതർ കാത്തിരുന്നു. ആമേൻ, കാഹളം കേൾക്കേണ്ടതിന് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ കാത്തിരുന്നു. അവർ കാത്തിരുന്ന കാഹളം കേട്ട് കഴിയുമ്പോൾ അവരുടെ കൂടാരങ്ങളിലെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദമുണ്ടാകും. സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദമുണ്ടാകും. ഇതുപോലെ അവിടുത്തെ ഓമനകുമാരനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പൊരുളായ, പവിത്രമായ, വിപ്ലവകരമായ, ശ്രേഷ്ഠമായ, ഉന്നതമായ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഉന്നത സ്വാതന്ത്ര്യം കിട്ടിയ ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഫറവോനു ഞാൻ ഇനി അടിമയല്ല. ഫറവോനു ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാനല്ല ചേർന്ന് പരമസിയോ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ആരാധൂതേ പരമാനന്ദമേ ജീവിതം എനിക്കാനന്ദമേ. പൊരുളായ യോവേൽ സംവത്സരത്തിന്റെ ആനന്ദം വെളിപ്പെടേണ്ട സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് ഗ്രഹിക്കാൻ പറ്റി? പൊരുളായ യോവേൽ സംവത്സര ആനന്ദം വെളിപ്പെടേണ്ട സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. അടുത്തത് ഇത് സ്വാതന്ത്ര്യത്തിന്റെ ആനന്ദമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാഹളനാദമാണ്. ഇനി അടിമയില്ല ഈ കാഹളം കേട്ട ശേഷം. പിന്നെ അടിയാനില്ല, പിന്നെ ഉടമയില്ല, പിന്നെ തൊഴിലാളിയില്ല, പിന്നെ മുതലാളി ഭേദമില്ല. ഇവിടെ ആമേൻ തരംതിരിക്കുന്ന ഒരു തട്ടുമില്ല. 50-ാം കൊല്ലമെത്തുമ്പോൾ എല്ലാവനെയും ഇടിച്ച് നിരത്തി, എല്ലാ മനസ്സിനെയും അങ്ങോട്ട് നിരത്തി 50-ാം സംവത്സരത്തിയപ്പം നീയും സമൻ, ഞാനും സമൻ, മുഴുവനും സമം, എല്ലാം സമം, എല്ലാവരും സമം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ സമത്വം പിടിച്ചു നിർത്താൻ വേണ്ടിയും കൂടെ തിരുവത്താടം, ഒരപ്പത്തിൽ നിന്ന് എല്ലാവർക്കും അപ്പം. സ്തോത്രം. ഹല്ലേലൂയ. വീഞ്ഞും ഈ സമത്വം പിടിച്ചു നിർത്താൻ വേണ്ടിയാ ഈ ഇടപാടെല്ലാം. ആമേൻ. ഇനി വിശുദ്ധ യുമ്മനം കൊണ്ട് അന്യവന്യം വന്ദനം ചെയ്യാനും കൂടെ അതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിലും നമ്മളങ്ങ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയും ഒരു ഉമ്മ കൊടുക്കട്ടെ എന്നുള്ളത് കൊണ്ടാ. അങ്ങനെയും ഇല്ലേ? അത് വിശുദ്ധ യുമ്മനം മാത്രമേ ആകാവൂ.
പണ്ടൊരു ചുമ്മനം കൊടുത്ത് ഇച്ചിരി കുഴപ്പമുള്ളൊരു കൊച്ചമ്മയാ, സെൻറ്റർ കൊച്ചമ്മയാ. പുതിയതായി വന്ന സഹോദരൻ കൊങ്ങായി കയറി ഞെക്കി പിടിച്ചു. പിന്നെ ഞങ്ങൾ അത് വിടിവിച്ചെടുക്കാൻ പെട്ട കഷ്ടപ്പാട്, അതിനെ അടുത്ത ആഴ്ച സഭയെ കൊണ്ടുവരാൻ വേണ്ടിയും ഞങ്ങൾ പെട്ട പാട്. അത്രയും പറഞ്ഞ് നിർത്തി. എന്തെല്ലാം ഇടപാടിൻ്റെ ഇടയിൽ കൂടെ ആണെന്നറിയാവോ ഈ പണി ചെയ്ത് ഇവിടം വരെ വരുന്നത്. അതൊക്കെ ടൈപ്പ്. അതുകൊണ്ട് ചുമനം കൊടുത്ത് എന്ത് ചെയ്തോണം? അത്രയും പറഞ്ഞ് നിർത്തുക. ഇനി അങ്ങോട്ട് നമ്മുടെ ഉപദേശിമാർ സ്ഥിരം പറയുന്ന പോലെ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. യെശയ്യാപ്രവചനം 61:1 ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഏതാണ്? റോമാലേഖനം 6:18 ഒന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന്. റോമാലേഖനം 6:18 ഇല്ലേ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഏത് പാപത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? പാപിയായി പിറന്നവർ നാം എല്ലാവരും ജന്മം കൊണ്ട് പാപികളായിരുന്നു. നമ്മുടെ ജന്മപാപം, രണ്ടാം നമ്മുടെ കർമ്മപാപം, ഇത് രണ്ടും ഈ പാപത്തിന്റെ കടുങ്കട്ടിനെ അവിടുത്തെ ഓമന കുമാരന്റെ പുണ്യാഹ രക്തം അഴിച്ചു നമുക്ക് സ്വാതന്ത്ര്യം നൽകി. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരട്ടാം. ഇനി നാം പാപത്തിന് ദാസരല്ല, ഇനി ആ പാപത്തിന് നാം അടിമയല്ല, നാം സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ജന്മപാപമെല്ലാം നീങ്ങപ്പെട്ടു എന്ന ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഈ ഉപദേശപരമായിട്ട് ഈ പ്രയോഗം കൊണ്ടുപോകുന്നത്. അടുത്തത്, അവൻ എൻ്റെ സകല കർമ്മപാപത്തെയും യേശുവിൻ്റെ രക്തം താൽ എനിക്ക് ശുദ്ധീകരണം കിട്ടി എന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. അങ്ങനെ കൃപയാൽ പാപമോചനം കിട്ടിയവരെയാണ് ലേഖനങ്ങളിൽ വിശുദ്ധന്മാർ എന്ന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ശത്രുവിൻ്റെ വാഴ്ച കാണാം. നമ്മളിൽ പല ബന്ധനങ്ങൾ ഉണ്ടാകാം. അതിനു മുമ്പ് നമ്മളിൽ പല നാം നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പല വള്ളിക്കെട്ടുകളും പല ബന്ധനങ്ങളും, നമ്മൾ പറയുന്ന ഭാഷയിൽ പലവിധ ശത്രുവിൻ്റെ പോരികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ യേശുവിൻ്റെ രക്തം നമ്മുടെ പാപത്തെ മോചിച്ചതോടുകൂടെ അതുവരെയുള്ള സകല സ്വോത്രം ശാപവും ആ സകല ശാപവും സകല പാപവും സകല പൈശാചികമായ അന്ധകാര ശക്തികളും അതിൻ്റെ സകല പോർവിളികളും യേശു ഉള്ളിൽ വരുന്നതോടുകൂടെ നീക്കപ്പെടുകയാണ്. സ്വോത്രം കുറഞ്ഞു. എൻ്റെ ഉള്ളിൽ കർത്താവുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ശാശുണ്ടെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ സാത്താൻ വസിക്കുന്നുവെന്ന് പഠിപ്പിച്ചാൽ യേശുവിന്റെ ക്രൂശീകരണം വൃഥാവായി എന്ന് പ്രസംഗിക്കേണ്ടി വരും. യേശു നൽകിയ പാപമോചനത്തിന് ഇകഴ്ത്തി പ്രസംഗിക്കേണ്ടി വരും. യേശുവിനേക്കാൾ മിടുക്കനായിട്ട് ഇത് പറഞ്ഞ പുള്ളി മാറേണ്ടി വരും, അവനെ മാറ്റേണ്ടി വരും. ആകെ കുഴയും. ഈ പുസ്തകം താത്തു വെച്ച് ഞങ്ങൾ പോണ്ടിയും വരും. അതുകൊണ്ട് സ്തോത്രം, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞവരുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. അവൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് അവനെ പല ശക്തികളും അടക്കി വെച്ചിരുന്നു. എന്നാൽ സകലവിധമായ അന്ധകാരത്തിനകത്തു നിന്നും അവൻ വിമോചനം പ്രാപിച്ചു. അതുകൊണ്ടാണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അതുകൊണ്ട് നമ്മൾ അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ വന്നവരാണ്. സ്തോത്രം,
രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ഈ യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചായ കുടിക്കണോ കുടിക്കണ്ടയോ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നിങ്ങൾ ഏത് സോപ്പിട്ട് കുളിക്കണം എന്ന് പുറമറ്റ സഭയല്ല നിശ്ചയിക്കുന്നത്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ളതാണ്. ഇത് യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിങ്ങൾ കഞ്ഞി കുടിക്കണോ, ചപ്പാത്തി വലിച്ചു കീറി തിന്നണോ, അതോ നല്ല പോത്തിറച്ചി കഴിക്കണോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിനകത്തൊന്നും കയറി സഭയുടെ പാസ്റ്റർക്ക് ഇടപെടാൻ നേരം പറയാണ് പോത്തിറച്ചി തിന്നുന്നവൻ ഒരു സ്വർഗത്തിൽ പോത്തില്ല. അന്നേരം ഗ്ലോറി പറഞ്ഞാലും മൂപ്പിക്കരുത്. അല്ലാതെ സ്വന്തം മനസാക്ഷിയുടെ ചൂടല്ല നമ്മുടെ ഉപദേശം. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ കുളിക്കണോ പച്ചവെള്ളത്തിൽ കുളിക്കണോ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഹല്ലേലൂയ. ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നോ, ഒരു വാക്യത്തിലേക്ക് കയറാനാ. വായിച്ചിട്ട് നിർത്താം. സ്തോത്രം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ ഇന്ന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പണി എന്താണെന്നറിയാവോ? 5-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും വായിച്ചേ, അവിടെ കിടപ്പുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു പുറമറ്റങ്കാരെ സ്വതന്ത്രരാക്കി, ജീവൻ നൽകി സ്വതന്ത്രരാക്കി. അടുത്തത് ഏതിൽ ഉറച്ചു നിൽക്കാൻ പറ? സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് വരുത്തിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അടുത്തത് പിന്നെ നിങ്ങൾ അടിമമുഖത്തിൽ കുടുങ്ങരുത്. എന്താ അടിമമുഖം? വായിച്ചേ. എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് പറഞ്ഞു, രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, തിരുവത്താഴം എടുത്താൽ മാത്രം പോരാ, ഇവരെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവർക്ക് പരിച്ഛേദനയാക്കണമെന്ന്. അത് ഞാനിപ്പോൾ വിസ്തരിക്കുന്നില്ല. പിന്നെ പറഞ്ഞു ന്യായപ്രമാണവും കൂടെ അനുസരിക്കണമെന്ന്. അന്നേരം അവരെ കയറി പൗലോസ് വിളിച്ച പേരാണ് നുഴഞ്ഞു വന്ന കള്ള സഹോദരൻ. എന്തോന്ന്? സ്തോത്രം. നുഴഞ്ഞു കയറുന്ന ദുരുപദേശത്തെ തിരിച്ചറിയാൻ കരുത്തുള്ളവരായിരിക്കണം ദൈവമക്കൾ. എന്നിട്ട് 1-ാം നൂറ്റാണ്ടിൽ വേറൊരു പ്രശ്നം കൂടെ നടന്നു. എടുക്കാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിച്ചോ. സ്വാതന്ത്ര്യം നമുക്ക് ഇനി എന്തൊക്കെ ഉണ്ട്? ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയുണ്ട് അവിടെ. എന്റെ സ്വാതന്ത്ര്യം, പൗലോസ് പറയുകയാണ്, അന്യ മനസാക്ഷി കൊണ്ട് വിധിക്കപ്പെടുന്നത് എന്തിന്? എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഞാൻ പച്ചവെള്ളം കുടിക്കണോ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടുവെള്ളം കുടിക്കണോ എന്നുള്ളത് അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അന്നേരം പാസ്റ്റർ പച്ചവെള്ളം കുടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ നീ ആരാ അത് പറയാൻ? പുറത്ത് വെള്ളം കുടിക്കുന്നവർക്ക് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് 3 വെള്ളവും വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം, സാധാ നോർമൽ വാട്ടർ, പിന്നെ നല്ല തണുത്ത വെള്ളം. അതിന് ഏതിന്ന് കുടിക്കണമെന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. വല്ലതും മനസ്സിലാവുന്നു? ഇനി 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 നിർത്താൻ പോവാ. വായിച്ചോ. മറ്റവൻ്റെ ഇതെന്താ വിഷയമെന്നറിയാവോ? അതിൻ്റെ 25 മുതലൊന്ന് വായിച്ചോ. വായിച്ചങ്ങ് നിർത്താൻ പോവാ. അങ്ങാടി വിൽക്കുന്നത് തിന്നുമീൻ, അതിനൊക്കെ നമ്മൾ മിടുക്കരാണ്. ഇനി അടുത്തത് വായിച്ചോ. അടുത്തത്
പിന്നെ അടുത്തത് ആ ആ ആ ആ പറഞ്ഞവൻ നിമിത്തവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണ്, അത് തിന്നുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവം കയറുമെന്നുള്ള ചിന്തയോടുകൂടെ നീ തിന്നാൽ പ്രശ്നമാണ്. എന്നാൽ നീ അത് പഴവാന്ന് ചിന്തിച്ച്, നീ അത് ചുമ്മാ അരിയാന്ന് ചിന്തിച്ച്, നീ അത് വെറും ആഹാരമാണെന്ന് ചിന്തിച്ച് തിന്നുന്നതിനകത്ത് തെറ്റില്ല എന്നവിടെ എഴുതിയത്. വായിച്ചോ താഴോട്ട്. അടുത്തത് ആ ആ ആ തിന്നരുത്. ആ ആ അപ്പോൾ അതാ വിഷയം. ഇനി ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലോ. 9-ാം അധ്യായം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചിട്ട് 7-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചോ. 8-9 വായിക്കുന്ന വായിച്ചോ. നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനൻ. അപ്പൊ സഭയ്ക്കകത്ത് എന്തുണ്ട്? എല്ലാം ബലഹീനനല്ല. വചനം പഠിച്ച് ഗ്രഹിച്ച് ബലം. എക്കാലത്തും ഞാൻ ബലഹീനനാണ്. ഞാൻ 69 കൊല്ലമായി ബലഹീനനാണ്. അങ്ങനെ ആകരുത്. നന്നായി വചനം പഠിച്ച് നല്ല ബലം പ്രാപിക്കണം, ഉൾക്കരുത്തുള്ളവനായി മാറണം. ബലഹീൻ. അടുത്ത വാക്ക്. ഇനി 7-ാം വാക്യം മുതൽ വായിച്ചേ. എന്നാൽ എല്ലാവരിലും, ഇനി ഒന്ന് കേട്ടെ, പുറമറ്റത്തുള്ള എല്ലാവരിലും ഈ അറിവില്ല. ഇനി അടുത്തത്. തിന്നുന്നു. അപ്പൊ ബലഹീന മനസാക്ഷി അതുകൊണ്ട് അത് മലിനമാകുന്നു. അടുത്തത്. നിങ്ങൾ വീട്ടിൽ പോയി എത്ര പ്ലേറ്റ് ചോറ് തിന്നാലും അത് ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുന്നില്ല. ഇനി തിന്നാതിരുന്നത് കൊണ്ട് നീ വലിയ വിചിത്രനുമാകുന്നില്ല. അടുത്തത്. തിന്നാൽ നിനക്ക് വലിയ ആദായവും ഇല്ല, വേണേ തിന്നാൽ മതി. അടുത്തത്. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, വീട്ടിൽ ചെന്നിട്ട് ഒരു തവി ചോറ് കഴിക്കണോ 2 തവി കഴിക്കണോ, ഇനി ഒരു പ്ലേറ്റ് മുഴുവൻ എടുത്ത് രണ്ടാമതൊരു പ്ലേറ്റും കൂടെ വരട്ടെ എന്നുള്ള നിലയിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം. അടുത്തത്. വായിച്ച ആൻറ്റി. അപ്പൊ ഇവനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബലഹീനം കണ്ടു കഴിഞ്ഞു, ഇതെന്നാണ് ഇത്രയും എന്നുള്ള ചിന്തയിൽ അവനൊരു തടസ്സം വരരുത്. അടുത്തത്. ഇനി അടുത്ത വാക്ക്. അറിവുള്ളവനായ നീ കൊരിന്തിലെ ക്ഷേത്രത്തിൽ ഒരുത്തൻ കണ്ടാല് അവിടുത്തെ ഊട്ടുവരയിൽ നീ ഇരിക്കുന്നത് ബലഹീനം കണ്ടാൽ അവൻ നിമിത്തം ഉറക്കില്ലയോ? നിനക്കറിവുണ്ട്, അവൻ അറിവില്ല. അതുകൊണ്ട് നിന്റെ അറിവ് നിമിത്തം, അവനതറിയാത്ത നിമിത്തം അവൻ നശിച്ചു പോകും. അയ്യോ എന്ന് പറഞ്ഞവൻ നശിച്ചു പോകും. അടുത്തത്. അപ്പൊ ഇതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം. ഇനി ബാക്കിയുള്ളത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. അല്ലാതെ പഴത്തിൻ്റെ ഉള്ളിലൂടെ, മുട്ടയ്ക്കുള്ളിലൂടെയോ അരിക്കുള്ളിലൂടെയോ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ, രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ അരിക്കുള്ളിൽ കൂടെ കയറി ഉള്ളിലിരിക്കുന്ന യേശുവിനെ തള്ളി വെളിയിച്ചാടിക്കുന്നുവെന്നൊരു ഉപദേശം വിശുദ്ധ ബൈബിളിനില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആഹാരം നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ സ്തോത്രത്തോടു കൂടെ ഭക്ഷിച്ചു കഴിയുമ്പോൾ അതിനകത്ത് യാതൊരു ദോഷവും അതിനകത്ത് സംഭവിക്കുന്നില്ല. വല്ല മനസ്സിലാകുന്നുണ്ടോ പ്രിയമുള്ളവർക്ക്? പിടികിട്ടുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യാം. നിനക്കൊരു ദോഷം വരാത്തതിന് കാരണം നീ സ്തോത്രത്തോടുകൂടെ കഴിച്ചപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ ഒന്നും നിനക്ക് സംഭവിക്കത്തില്ല. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. എന്നാൽ ബലഹീന മനസാക്ഷിക്കകത്ത് ഒരു തെറ്റിദ്ധാരണ കയറ്റി കഴിഞ്ഞാൽ അത് അകത്തിരിക്കും തോറും ശങ്കാവിഷമുണ്ടാകും. ബൈബിളിൽ 2 വാക്കുണ്ട്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്ക് സ്തോത്രം. അനുഗ്രഹത്തോടെ ഞങ്ങളെ അങ്ങ് നിലനിർത്തണമേ. അങ്ങ് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവേ, യോവേൽ സംവത്സരം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സംവത്സരമാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടത്തക്ക രീതിയിലുള്ള ദുരുപദേശങ്ങൾ ഇക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ വചനം വായിച്ച് മനസ്സിലാക്കി ഞങ്ങൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാതെ ക്രിസ്തുവിൽ സന്തുഷ്ടവരായി മുൻപോട്ട് ജീവിതം നയിപ്പാൻ കൃപ പകരണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ക്രമീകരണങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു സ്വർഗീയ പിതാവേ, ആമേൻ.